ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ വചന ശുശ്രൂഷ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇരുന്ന് കേൾക്കണം. ഒരു തവണ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പലതവണ കേൾക്കണം. ഒരു ബുക്കും നോട്ടും ഒക്കെ എടുത്തെടുത്ത് വെച്ചിട്ട് നിങ്ങൾ വ്യക്തമായി ഇത് നോട്ട് എഴുതിയെടുത്ത് പഠിക്കണം. യോഗ്യമായുള്ള അപ്പം മുറിക്കൽ എങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. വചനം എടുത്തുകൊള്ളുക, വായിക്കാം. 1 കൊരിന്ത്യർ 11:27, 28, 29 വാക്യങ്ങൾ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുന്നു. അപ്പോൾ അയോഗ്യതയോടെ ചെയ്താലാണ് ഇത് കുറ്റമായി മാറുന്നത്. അയോഗ്യതയോടെ അപ്പം തിന്നുകയോ, അപ്പോൾ ഇതിൻ്റെ യോഗ്യത എന്നാന്ന് നമ്മൾ അറിയണ്ടേ? യോഗ്യത എന്നാന്ന് അറിയണമെങ്കിൽ ഇത് പലതവണ നമ്മളിത് എടുക്കേണ്ടി വരും. എങ്കിലും പറയുന്നു, യോഗ്യത എന്താണ് എന്നറിയണമെങ്കിൽ നമ്മൾ ഇതാരാ കാണിച്ചു തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മാതൃക പൗലോസൊന്നുമല്ല, നമ്മുടെ മാതൃക കർത്താവായ യേശു തന്നെയാണ്. യേശുവാണ് ഈ വചനഭാഗം അല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ മേശയുടെ ഒരു ഭാഗം നമ്മളെ കാണിച്ചു തരുന്നത്. വായിക്കാം. യോഹന്നാൻ സുവിശേഷം 13:1 വാക്യം. പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഒന്നാമത്തെ വാക്യം അങ്ങനെ എഴുതുമ്പോൾ ഒന്നാമത്തെ വാക്യം തുടങ്ങിയത് എങ്ങനെയാ? അങ്ങനെ പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന്. പെസഹ പെരുന്നാളിന് മുമ്പേ എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പുള്ള സത്യവേദ പുസ്തകം, അത് ഏറ്റവും പുതിയ വെർഷനാണ്. അതിന് മുമ്പുള്ള വെർഷൻ എഴുതിയിരിക്കുന്ന പെസഹ പെരുന്നാൾ സമീപിച്ചെന്ന് എഴുതി. സമീപിച്ചെന്ന് എഴുതിയിട്ട് രണ്ടാമത്തെ വാക്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്നെ എഴുതിയേക്കുന്നത്. അത്താഴമായപ്പോൾ പിശാച് ശിമോന്റെ മകനായ യൂദാസ്കറിയാത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. അപ്പോൾ ആദ്യമേ പെസഹ പെരുന്നാൾ സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് അത്താഴത്തിന് നേരമായെന്നാണ്. എന്തേലും ആട്ടെ. ഇനി അതിൻ്റെ മൂന്നാമത്തെ വാക്യം നോക്കിക്കേ. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ. നാലാമത്തെ വാക്യം എടുത്തേ. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത്. അപ്പോൾ എന്താ ചെയ്തേ? സമയമായെന്ന് മനസ്സിലായി, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു. അഞ്ചാമത്തെ വാക്യം എന്നാ പറയുന്നേ? അരയിൽ ചുറ്റി ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞിട്ട് മുന്നോട്ട് പറയാം. യേശുവിനെ സംബന്ധിച്ച് അത് 33ാമത്തെ പെസഹയായിരുന്നു. യഹൂദൻ്റെ ഒരു ആചാരമായതുകൊണ്ട് യേശു ആ ആചാരത്തിലുണ്ടായിരുന്നു. എന്നാൽ മിശിഹായെ സംബന്ധിച്ച് മിശിഹായുടെ 3ാമത്തെ പെസഹയായിരുന്നു. അവൻ സ്നാനപ്പെട്ട് അവൻ ശുശ്രൂഷ ശക്തമായി തുടങ്ങിയ ശേഷം 3ാമത്തെ പെസഹയായിരുന്നത്. ആ 3ാമത്തെ പെസഹയുടെ സമയമായപ്പോൾ അവന് മനസ്സിലായി പോകാനുള്ള സമയമായി. അപ്പോൾ അവനിത് കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തതിൻ്റെ ആ 32 പെസഹായ്ക്ക് അവൻ കാല് കഴുകിയില്ല. കാരണം യഹൂദൻ്റെ ആചാരപ്രകാരം പെസഹ ഭക്ഷിക്കുന്നതിന് കാല് കഴുകണ്ട. എന്നാൽ 33ാമത്തേത് അല്ലെങ്കിൽ മിശിഹായുടെ 3ാമത്തെ ശുശ്രൂഷയ്ക്ക് അവൻ കാല് കഴുകി. ഇതിൻ്റെ കഴുകുന്നതിൻ്റെ കാരണം എന്നാന്ന് പിന്നീട് അറിയാമെന്നും പറഞ്ഞു. ഇപ്പോൾ ഈ കഴുകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പത്രോസ് പറഞ്ഞു ഇത് പറ്റുകയല്ലെന്ന് പറഞ്ഞപ്പോൾ 13:10 നോക്കി എന്നാന്ന് എഴുതിയേക്കുന്നത്. യേശു അവനോട് കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. അതിന് യേശു മറുപടി പറഞ്ഞു, കുളിച്ചവൻ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി, അവൻ്റെ ശരീരം മുഴുവൻ ശുദ്ധമാണ്. നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരും അങ്ങനെയല്ല താനും എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടവൻ്റെ കാല് മാത്രം കഴുകിയാൽ മതി. എന്നാൽ അവിടെ പറയുന്നു എല്ലാവരും അങ്ങനെ അല്ലെന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് ശകലം പ്രശ്നമുള്ളവരും ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ എൻ്റെ 13, 14, 15 വായിച്ചേ. നിങ്ങൾ എന്നെ ഗുരുവെന്നും
കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, കർത്താവ് പറഞ്ഞ് ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാതൃക മുന്നോട്ട് വേണ്ടേ? എത്ര പെന്തക്കോസ്ത് സഭയിൽ ഈ മാതൃകയുണ്ട്? ഇതൊന്നാമത്തെ ചോദ്യം. ഇനി കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് പാദങ്ങൾ കഴുകുന്ന, അവിടെ 15 വാക്യം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചത്, നിങ്ങളും ചെയ്യേണ്ടതിന്. അങ്ങനെയല്ലേ 15 വാക്യം എഴുതിയേക്കുന്നത്? ഒന്നുകൂടെ വായിച്ച 15 വാക്യം. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന്. സത്യവേദ പുസ്തകത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം ചെയ്യേണ്ടതിന്. ഇനി പെന്തിക്കോസ്തുകാരൻ്റെ ലൈന് വല്ല ന്യായമുണ്ടോ വേറെ? അപ്പം വചനം പറയുന്നത് മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. മാതൃക എന്തിനാ? ദൃഷ്ടാന്തം എന്തിനാ? അപ്പോൾ ഇതിനകത്ത് അർത്ഥം എന്നാണെന്നറിയോ? ഇനി ശുദ്ധിയുടെ വിഷയമല്ല. മനുഷ്യൻ എത്ര കുളിച്ചാലും മനുഷ്യൻ്റെ വയറ്റിൽ തീട്ടമുണ്ടല്ലോ. അപ്പോൾ എത്ര സുന്ദരനാന്ന് പറഞ്ഞാലും വയറ്റിലുണ്ടല്ലോ ഈ സാധനം. അപ്പോൾ ആ അർത്ഥത്തിലല്ല ഇത്. പിന്നെ എന്തിനാ ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത്? 1 കൊരിന്ത്യർ 5:7 എടുത്തേ. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അതായത് നിങ്ങൾ യഥാർത്ഥത്തിൽ പുളിപ്പില്ലാത്ത മാവാണല്ലോ, അതതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയുന്നു മുഴുവനും പുതിയ മാവായി തീരേണ്ടതിന് ആ പഴയ പുളിമാവ് നീക്കിക്കളയിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ യാഗം അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഇതിൻ്റെ ശുദ്ധീകരണം എന്താ? യോഹന്നാൻ 15:3 വായിച്ചേ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അതായത് സംസാരിച്ച വചനം നിമിത്തം ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യോഗ്യമായി ചെയ്യുന്നതാണ് അയോഗ്യമാകാത്തത്. യോഗ്യമായി ചെയ്യുന്നതാണ് അയോഗ്യമായി തീരുന്നത്. എന്താണ് അയോഗ്യത എന്നുള്ളത്? യോഹന്നാൻ സുവിശേഷം 8:40, 41, 42 വായിച്ചേ. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. ഇല്ല. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവ് എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. അതിന്റെ 43 വാക്യം കൂടെ കയറി വായിച്ചേ. എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായിക കൊണ്ടത്രേ. ഒരു വാക്യം കൂടെ. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിപ്പിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകൻ ആയിരുന്നു. അപ്പോ സംഭവം ഇത്രേ ഉള്ളൂ. യേശു പറഞ്ഞു നിങ്ങൾ മാതൃക അനുസരിച്ച് ഈ കാല് കഴുകണം. പക്ഷേ പിശാചെന്ന പിതാവിൻ്റെ മക്കളായതുകൊണ്ട് എൻ്റെ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടത്രേ. ഇതനുസരിക്കാൻ സൗകര്യമില്ല. കാരണം പിശാചെന്ന പിതാവിൻ്റെ മക്കളാണ് നിങ്ങൾ. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതലേ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലാത്തതുകൊണ്ട് അവൻ സത്യത്തിൻ്റെ വശത്ത് നിൽക്കുന്നതുമില്ല. വ്യാജം പറയുമ്പോൾ അവൻ സ്വന്തം ഭാഷ സംസാരിക്കുന്നു. അവൻ വ്യാജം പറയുന്നവനും വ്യാജത്തിൻ്റെ അപ്പനുമാകുന്നു. എന്നാൽ ഞാൻ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ചെയ്യുന്നില്ല. യേശു കാണിച്ചു തന്നത് ഇത് യോഗ്യമായിട്ട് ആദ്യം കാല് കഴുകി തുടങ്ങണമെന്നാണ്. അപ്പോൾ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു എസ്റ്റേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ.
അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാപനമുണ്ട്, നമ്മളൊരു മനുഷ്യനെ, ഒരു മാനേജറെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. മാനേജറോട് പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങൾ പോയി ചെയ്യണമെന്ന് പറഞ്ഞു. മാനേജർ ഈ കാര്യം പോയി കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ ഈ പോകുന്ന വഴിക്ക് ഇവനൊരു ബീഡി വലിച്ചാൽ നമുക്ക് കുഴപ്പമുണ്ടോ? മാനേജർ പോകുന്ന വഴിക്ക് ഒരു ബീഡി വലിച്ചതെന്ന് പറഞ്ഞ് നമുക്ക് കുഴപ്പമുണ്ടോ? നമ്മൾ അവനെ വിട്ടത് നമ്മുടെ കാര്യം നടത്താൻ. ആ കാര്യം അവൻ കൃത്യമായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്നാന്ന് ചോദിച്ചാൽ, ഈ കർത്താവ് കർത്തൃമേശ നടത്തിയപ്പോൾ യോഗ്യമായിട്ട് നടത്തി. ഇതിനകത്ത് ഒരു കൊള്ളരുത്താത്തവനുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവനെയും കൂടെ മാനസാന്തരപ്പെടുത്തിയിട്ട് വന്നിട്ട് ഇത് കൊടുത്താൽ പോരായിരുന്നോ? നമ്മുടെ ഇന്നത്തെ പഠിപ്പിനനുസരിച്ചാണ് അവനും കൂടെ റെഡി ആയിട്ടല്ലേ ഇത് കൊടുക്കാവുള്ളായിരുന്നു. വേണേൽ തിരിച്ചിപ്പോൾ പറയും അതങ്ങനെയല്ല, അവൻ യോഗ്യമായിട്ട് കഴിക്കാഞ്ഞുകൊണ്ടാണ് ഭൂതം കയറിയെന്ന്. അപ്പോൾ പിന്നെ കർത്താവിന് ഇത് അറിയത്തില്ലായിരുന്നോ? ഈ യേശു നടത്തിയതിലും യോഗ്യമായിട്ട് ഇത് നടത്താൻ പറ്റുന്ന ഒരു പാസ്റ്റർമാരും ഭൂമിയിലില്ല. അത് തന്നെ ആദ്യമായിട്ട് മനസ്സിലാക്കുക. അതായത് ഈ ദൈവവചനം പറഞ്ഞതുപോലെ വേണം കർത്താവിൻ്റെ മേശ നടത്താൻ. അല്ലാതെ നടത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കർത്താവ് പറഞ്ഞത് അനുസരിക്കാൻ കഴിയലഞ്ഞിട്ടാണ്. ഇനി അത് എന്നാ നടത്തിയെന്നുകൂടെ നോക്കിയേ. അപ്പസ്തോല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ വായിച്ചാൽ മതി. ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം അപ്പം മുറുക്കാൻ കൂടി വന്നു. അതിന്റെ 8-ാമത്തെ വാക്യം വായിച്ചേ. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എപ്പോഴാണ് അപ്പം മുറിക്കാൻ വന്നത്? വിളക്കുള്ളത് എപ്പോഴാണ്? പകലാണോ? പകല് വിളക്കും വെച്ച് പരിപാടി നടത്താൻ പ്രാന്തായിരുന്നു. ഇത് രാത്രിയിലായിരുന്നു. ഇനി 11-ാമത്തെ വാക്യം വായിച്ചേ. പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്ന് പുലരുവോളം സംഭാഷിച്ചു. അപ്പൊ ഈ അപ്പം മുറിക്കൽ നടന്നത് എപ്പോഴാ? രാത്രിയിൽ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ യോഹന്നാൻ 13:2 ഒന്നുകൂടെ വായിക്കാം. യോഹന്നാൻ 13:2. അത്താഴമായപ്പോൾ പിശാച് ശിമോന്റെ മകനായ മതി യൂദ. നമ്മുടെ വാക്കെന്ന് പറയുന്ന അത്താഴമാണ്. അത്താഴം അത്താഴം എന്ന് പറഞ്ഞാൽ അതെന്നാ? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തേത്, ഡിന്നർ എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തേത്, അവസാനം അത്താഴത്തിന് എന്നാ പറയുന്നത്? സപ്പർ. ഇതിനെ ലോഡ് സപ്പർ എന്നല്ലേ പറയുന്നത്? ലോഡ് സപ്പർ എപ്പോഴാണ് കഴിക്കണ്ടേ? ഇതെങ്ങനെയാണ് രാവിലെ 8 മണിക്കും 10 മണിക്കും ഉച്ചയ്ക്കും എല്ലാം ആയത്? ഇതൊക്കെയാണ് ഇത് യോഗ്യതയോടെ ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനിപ്പോൾ ചെയ്തു തന്നെയാണെന്ന് ചോദിച്ചാൽ മത്തായി 5:23-24 വഴിപാട് അർപ്പിക്കാൻ വരുന്നവൻ്റെ കാര്യം എടുത്ത് കർത്തൃമേശയ്ക്കകത്തോട്ടിട്ടു. ഇതാരാ ഇട്ടത്? വിശ്വാസിയാണോ? അല്ല, ശുശ്രൂഷനെ എടുത്തിട്ടത്. എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടവൻ പാലിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ടവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ കൂടുന്നവൻ്റെ തലയിലോട്ട് വെച്ചു. ചെയ്യേണ്ടവൻ ചെയ്യേണ്ട കാര്യങ്ങൾ, പാലിക്കേണ്ട കാര്യങ്ങൾ കൂടുന്നവൻ്റെ തലയിലോട്ട് വെച്ചു. അതുകൊണ്ട് എന്ത് വേണ്ടി ഇപ്പം സഭകളിൽ പകുതി പേര് ഇത് കൂടുതലാണ്. ഉത്തരവാദി ആരാ? ഉത്തരവാദി ഇത് മുറിക്കുന്ന നീയാ. ഒരു ഭയവും വേണ്ട. വചനം എന്ത് പറഞ്ഞോ അതുപോലെ ചെയ്യോ. വചനം ഇരുന്ന് പഠിക്കുക. ബൈബിൾ കോളേജിൽ കുറച്ച് കാണാപ്പാടം പഠിച്ച കാര്യമല്ല പറയുന്നത്. ഇന്നാ 400 വചനം കിടക്കുന്നെന്നും പറഞ്ഞ് കയറ്റി വിടുന്നതല്ല പറയുന്നത്. ഈ സ്റ്റഡി ബൈബിൾ ഉള്ളത് കൊണ്ട് സ്നേഹം എന്നതിൻ്റെ പേരിൽ അങ്ങോട്ട് സ്നേഹം മുഴുവൻ എടുത്ത് 400 വാക്ക് തള്ളുന്നതല്ല. കർത്താവ് എന്താ പറഞ്ഞതെന്ന് അക്ഷരികമായിട്ട് നോക്ക്. അക്ഷരം കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. യഥാർത്ഥത്തിൽ വചനം എന്തോ അത് സഭയിൽ ചെയ്യുക. ചെയ്യുന്നവൻ പാലിക്കേണ്ട കാര്യങ്ങൾ കൂടുന്നവൻ്റെ തലയിലോട്ട് വെക്കരുതെന്ന് പറയട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവ് കാണിച്ചു തന്ന മാതൃകയിൽ, കർത്താവ് പറഞ്ഞ സമയങ്ങളിൽ, കർത്താവിൻ്റെ വ്യവസ്ഥ പ്രകാരം ശിഷ്യന്മാർ ചെയ്തതുപോലെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവേ ഞങ്ങളുടെ ഉള്ളങ്ങളെ തുറക്കണമേ. കേരളത്തിൻ്റെ ആത്മമണ്ഡലത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ. പിശാച് വലിച്ചിട്ടിരിക്കുന്ന കരിമ്പടം മാറ്റണമേ. സ്വർഗത്തിൻ്റെ വെളിച്ചം ഇറങ്ങണമേ. അനേകർ വെളിച്ചം തിരിച്ചറിയുവാൻ ഇടയാകണമേ. സത്യം തിരിച്ചറിയുവാൻ ഇടയാകണമേ. അത് അനേകർക്ക് അനുഗ്രഹമായി മാറണമേ. കർത്താവെ, ഇന്ന് സഭകളിൽ കർത്തൃമേശ എടുക്കുന്നതിൽ നല്ലൊരു ശതമാനം രോഗികളാണ് കർത്താവെ. അനേകർ ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു കർത്താവെ. സാമ്പത്തിക ബാധ്യതകളാൽ കടന്ന് ഞെളിവിരി കൊള്ളുന്നു കർത്താവെ. കർത്താവെ, ശുശ്രൂഷകർ തന്നെ രോഗങ്ങളിൽ വലയുന്നു കർത്താവേ. അങ്ങനെയെങ്കിൽ കർത്താവേ, ഇത് യോഗ്യമായി കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാത്തത് കൊണ്ടാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തന്നിട്ട് യോഗ്യമായി അത് ചെയ്യുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ജനത്തിൻ്റെ കണ്ണല്ല കർത്താവേ, ശുശ്രൂഷകരുടെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ,
ആമേൻ.